ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അമ്മ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ചക്കയപ്പം ചൂട്. നീ കുറെ ദിവസമായില്ലേ പറയുന്നുണ്ട് ചക്കയപ്പം നല്ല കുറെ ദിവസമല്ല കുറെ കൊല്ലങ്ങളായി ഞാൻ പറയുന്നത് നല്ല ചക്കയപ്പം ചൂടണം. എനക്കറിയില്ല. ഇപ്പൊ നല്ല ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് ചക്കയാണ്? വരിക്ക ചക്കട്ടാ. അയ്യ നല്ല പഴുത്ത ചക്കട്ടാ. ആദ്യമായിട്ട് നമ്മള് തിന്നോക്കാം. ഞാൻ അരി ഇപ്പം പറഞ്ഞതിന് ശേഷം പൊതിർത്ത് പിന്നെ ഏലക്കായെല്ലാം കൂട്ടി പൊടിച്ചു. അരി ഏലക്കായ മിക്സാക്കി പൊടിച്ചു. കാരണം എന്തിനാ അതെന്നറിയാം, ചെറിയ ജാറ് ഞാൻ പറഞ്ഞില്ല എന്നോട് കുറെ ദിവസമായി നന്നാക്കി കൊണ്ടുപോവാ മോനേന്ന്. അപ്പൊ മോൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് പണിയെടുത്തു, അരിപ്പൊടിയിൽ ഏലക്കായ ഇട്ട് പൊടിച്ചു. സംഭവം ഓക്കെ ആയിട്ട്. നമ്മള് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ചാനലിന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ലൈക്ക് ഒന്ന് അടിക്കട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുകട്ടെ അല്ലേ മേ. അപ്പൊ നമുക്ക് നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങിയേക്കാട്ടാ. അപ്പൊ ആദ്യമായിട്ട് എന്നാ പരിപാടി? ചക്ക അരി പൊടിച്ചു വെച്ചു. അതിന് ഈ ജാറിലേക്ക് ചക്ക ഇടുക. ചക്ക ഒന്ന് അരിച്ചെടുക്കണം. അരച്ചെടുക്കണം. അപ്പൊ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമ്മളെ അമ്മ ഇതാ ചക്ക നേരെ എടുത്ത് നമ്മളെ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇനി അമ്മ ഇതൊന്ന് അരച്ചെടുക്കണല്ലോ. അരച്ചെടുത്തിട്ട് ജാമ പരുവത്തിലാക്കിട്ട് നമ്മുടെ ചട്ടിയിലിടണം. ചട്ടിയിലിട്ടിട്ട് ജാമിന്റെ രൂപത്തിലാക്കി എടുക്കണം അല്ലെ. നമ്മളെ ആക്കാൻ പോകുന്നത് നല്ല കണ്ണൂർ സ്റ്റൈൽ, നല്ല തനി കണ്ണൂർ സ്റ്റൈൽ നാടൻ ചക്കയപ്പം. പേരറിയില്ല, ചക്കയപ്പം. ചക്ക ഇതാ അരച്ചിട്ട് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി എന്താ വേണ്ടേ? ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ജാമ രൂപത്തിലാക്കി എടുക്കണം അല്ലേ. അമ്മ ഗ്യാസ് എടുത്തിട്ടുണ്ട്. അമ്മ ഗ്യാസ് ഉണ്ടാവേ? ഗ്യാസ് ഒപ്പിക്കലെന്നെ. എല്ലാവർക്കും ഗ്യാസിന് ഭയങ്കര ക്ഷാമല്ലേ. അപ്പൊ ഗ്യാസ് ഉണ്ടാ ഒപ്പിക്കലല്ലേ. അപ്പൊ അതിനകത്തേക്ക് എന്നാ വെല്ലം ഇടണം. ശർക്കര, കണ്ണൂരിൽ ബെല്ലം അല്ലേ. നമ്മളെ നാടൻ ഭാഷ മധുരം നമ്മൾക്ക് ആവശ്യത്തിന് മതി, ഇത്രേ വേണ്ടു. മതിയല്ലേ. നല്ല വെല്ലായിരിക്കും കാണുമ്പോ, നല്ല വെല്ലം തോന്നുന്നു അല്ലേ. നമ്മളെ അടേന്റെ സാധനങ്ങളെല്ലാം ആക്കി ജാമാക്കി അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മേ. നമ്മളെ കണ്ണൂർ നാട്ടിലോട്ടാണോ അറിയില്ല, അല്ലെങ്കിൽ പുറത്തോട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മളൊരു ചപ്പ് ഉണ്ട് കേട്ടോ. അമ്മ ചപ്പ് കാണിച്ചു കൊടുക്കുന്നു. ഒരെണ്ണം കാണിച്ചു കൊടുത്തേ. കറുപ്പച്ചപ്പ്. കറുപ്പച്ചപ്പ്. ഇതിന്റെ ഇലയുണ്ട് കറുവ. ഇതിന് ചെറിയ ഇലയാണ്. ഇത് നല്ല മണാന്നല്ലേ. അപ്പൊ ഇതിനകത്താണ് ചക്ക മൂടക്കടമ്പ് എന്ന് പറയാ തോന്നുന്നു. ചക്കയപ്പം. ചക്കയപ്പം ചൂടുന്ന ചപ്പല്ലേ. അതിനായിട്ട് നല്ല മണായിരിക്കും, നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും അല്ലേ. നമുക്ക് ആക്കി നോക്കാം. അതെ, ആക്കി വെക്കാം. അപ്പൊ നമ്മള് മുകളിൽ കാട്ടിൽ പോയിട്ട് നല്ല ചപ്പ് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കൊറേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ അല്ലേ. ആ ചപ്പ് പറഞ്ഞ എടുത്ത് കാണിച്ചാമേ. ഈ കാണുന്ന ചപ്പാട്ടാ. അത് എല്ലാരും എവിടെയും കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അതെ, കാട്ടിലോട്ടുണ്ടാവും അല്ലേ. ചിലർക്ക് നാട്ടിലും ഉണ്ടാവും അല്ലേ. അടിപൊളിയായിട്ട് നമ്മൾ അമ്മ ഇതാ നല്ല ആക്കി വെച്ച ചക്കയിലെടുത്ത് വരുന്നുണ്ട് കേട്ടോ. ജാമാക്കി വെച്ച അമ്മ കാണിച്ചു കൊടുക്കാമേ. അപ്പൊ ഇതാ കേട്ടോ നമ്മളെ ജാം വരുന്ന അടിപൊളി ചക്ക ജാം കേട്ടോ. ഇതമ്മ എത്ര വർഷം നിക്കും? 2 വർഷം നിക്കും അല്ലേ. നിക്കുമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നല്ല കൊപ്പര നമ്മളിവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. കൊപ്പര അയ്യോ, നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് ആക്കാൻ വെച്ച കൊപ്പരാണല്ലേ. അത് സ്കൂൾ കൂട്ടിയിട്ട് ഒന്നും കൂടെ സെറ്റാക്കി എടുക്കണം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതാ അപ്പൊ ഇതാ നമ്മളെ തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ നമ്മളെ ചക്ക അരിപ്പൊടിയിൽ ഇടുകണ്ടേ. അയ്യോ, എന്ത് രസമാണെന്ന് നോക്കി കാണാൻ തന്നെ. ചക്ക അപ്പൊ നമ്മളെ അരിപ്പൊടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതാ നമ്മളെ ചക്ക ജാമും അതുപോലെ തന്നെ നമ്മളെ അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കി വെച്ചിട്ടില്ലേ. അയ്യോ, നോക്കി എന്ത് രസാലേ കാണാൻ. അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണല്ലേ. ഞാൻ തന്നെ ആക്കിയേക്കാം. കുഴച്ചെടുത്തേക്കാം. അതിനിപ്പോ തേങ്ങാ കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക്. അയ്യോ, ഉപ്പും വേണം. ഉപ്പെടുത്തിട്ടോ ഞാൻ അപ്പഴത്തേക്ക് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട്. അയ്യോ, ഉപ്പിട്ടോ. ഓക്കെ, മതി. അപ്പൊ നമ്മളെ അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മളെ ചക്ക ജാമും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. നമ്മ ഈ ചക്ക ജാമാക്കാൻ വേണ്ടിട്ട് ഏത് ചക്ക എടുക്കല്? നമ്മൾ സാധാരണ വരിക്ക ചക്ക. നല്ല സൂപ്പർ തടിച്ച നല്ല വരിക്ക ചക്ക എടുക്കും കേട്ടാ. വരിക്ക ചക്ക എടുത്തിട്ട് നമ്മളത് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് ശർക്കര ഇട്ടിട്ട് നമ്മള് വഴറ്റിയെടുക്കുക. നല്ല ജാമിന്റെ രൂപത്തിൽ. എല്ലാം പറയാ. ജാമ് കാണുമ്പോ ഒന്നും തോന്നില്ലേ? അല്ല, എന്തെല്ലാം തോന്നുന്നു. ജാം സൂപ്പർ. ജാം മാത്രം അടിയും രസം ഉണ്ടാവിടാ. നോക്കാം നമ്മളീ ചപ്പില് എന്നാ ആയില്ല. ഇത് കുഴക്കട്ടെ, ഞാൻ കുഴച്ചെടുക്കട്ടെ എന്നാല്. അപ്പൊ ഗൈസ് നമ്മളെ സാധനല്ലേ ഇത് നമ്മളെ ചക്ക അരിപ്പൊടി കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇത് ഇങ്ങനെ വീണൊന്നുമില്ല കേട്ടോ. ഈ കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ.
നല്ല മണമുണ്ട്. തേങ്ങാക്കൊത്തെല്ലാം ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടാ. കൊള്ളാം കൊള്ളാം പാനെ പൊടിച്ചു. ഇനിയത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ പറയാമേ, ഈ ഇലയിലേക്ക് ഇല കൂട്ടിയിട്ട് അതിനകത്തേക്ക് ഇടും. അപ്പൊ നമ്മളിതാ നല്ല ഒരു കറുവച്ചപ്പ് ആ ചപ്പ എടുത്തിട്ടുണ്ട്. ഈ ചപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടെ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ കോട്ട് എന്റെ ഈ കൈ കൊണ്ട് ഞാൻ കൂട്ടുന്നു. ഇങ്ങനെ ഇങ്ങനെയല്ല ഒരു ത്രികോണത്തിലല്ലേ? ഇങ്ങനെയല്ലേ? ഇങ്ങനെ ഈ നടുക്കൊരു ത്രികോണ ഷേപ്പ് ഇങ്ങനെ. അപ്പൊ നമ്മളെ ചപ്പ് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ എടുത്ത് പിടിക്കുക. ബാക്കിൽ ഇതൊരു വി ഷേപ്പ് കേട്ടോ. എന്നിട്ട് ഒരു ഈർക്കൊള്ളി ഇങ്ങനെ എടുക്കുക, നമ്മളെ നാടൻ നമ്മളെ തൈൻ്റെ ഈർക്കൊള്ളി. എന്നിട്ട് അതിങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക കേട്ടോ. അതായത് ജസ്റ്റ് ഇത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിട്ടാ. അപ്പൊ നമുക്ക് നല്ല നടുക്കൊരു കുയ്യും അതുപോലെ തന്നെ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇതാ നമ്മള് നല്ല നമ്മളെ ചക്ക ജാമും അതുപോലെ തന്നെ അരിപ്പൊടിയും മരിക്കാം. അത് പൊട്ടി കാറ്റ് ഇതിലിങ്ങനെ നടക്കുക. ഇതിനാണ് മൂടക്കടമ്പ് എന്ന് പറയുന്നത്. മൂടക്കടമ്പ് തോന്നുന്നു, എനക്കറിയില്ല, പണ്ടത്തെ ആൾക്കാർ പറയുന്നതാണ്. അത് ഞെക്കിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മളെ സാധനം ഇതിന്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഭാഗം ഇങ്ങനെ മൂടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കേട്ടാ. അതായത് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു കോണിന്റെ ഷേപ്പ് കിട്ടേ, ത്രികോണ ഷേപ്പ് കിട്ടാ കേട്ടാ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒന്നാക്കി ഇട വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 ആക്കിയിട്ട് കാണിക്കാട്ടാ. അപ്പൊ ഗൈസ് നമ്മളെ മൂടക്കടമ്പ് ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ആക്കി വെക്കുന്നതിനാട്ടാ മൂടക്കടമ്പ് എന്ന് പറയണേ. ഇതെല്ലാം കണ്ണൂരിലെ ഓരോ സ്റ്റൈലുകളാട്ടാ. ഇപ്പൊ നല്ല ത്രികോണ ഷേപ്പില് നമ്മളിതാ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിന് ഓരോന്നായിട്ട് ഇഡലിത്തട്ടില്ലേ, നമ്മൾ ഇഡലിത്തട്ടിലേക്ക് പൊറുക്കി വെക്കണം, വേവിക്കാൻ കേട്ടാ. നമുക്കിനി ഇത് ആയിട്ടാകുള്ള കാഴ്ചകളാണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളെ അടിപൊളി സാധനം തയ്യാറായിട്ടുണ്ട്. അമ്മ എന്തുണ്ട് കാണാൻ തന്നെ നല്ല രസല്ലേ. അപ്പൊ നമ്മളെ ചക്കയപ്പം നന്നായിട്ട് നമ്മളെ ഇഡലി തട്ടിലിട്ട് കുക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, കൈ തന്നെ പിടിക്കാൻ കഴിയില്ല കേട്ടാ. ഇതാട്ട് ഇതിന്റെ അവസ്ഥ. ഇതിങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ നല്ലൊരു മണം അടിക്കോട്ടെ. അതെ, എല്ലാരും വീട്ടിൽ നിന്നും ട്രൈ ആക്കി അങ്ങനെ ഒഴിച്ചെടുക്കണം. അപ്പൊ നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ടേ. അപ്പൊ ഈ കാണുന്ന കേട്ടോ നമ്മളെ ചക്കയപ്പം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാട്ടാ. ഭയങ്കര ചൂടാട്ടാ, ചൂടാറാന്ന് തോന്നിട്ടില്ല കേട്ടാ. ഇങ്ങോട്ടേക്ക് സൂപ്പർ അല്ലേ? ഞാൻ കൂടെ കഴിച്ചോട്ടെ. കൊള്ളാട്ടാ, അടിപൊളി സാധനം. ചക്കയപ്പം നിങ്ങൾ വീട്ടിലെന്തായാലും ട്രൈ ആക്കി നോക്കട്ടാ. ഇപ്പൊ ഇനി ചക്കന്റെ കാലമാണ്, ചക്കെല്ലാം പഴുക്കാൻ നോക്കാണ്. എല്ലാവരും ചക്കയിലേക്ക് മേടിച്ചിട്ട് ട്രൈ ആക്കി നോക്കട്ടാ. സൂപ്പർ, നല്ല രസമുണ്ടല്ലോ. നമ്മള് വിചാരിച്ച പോലെ ഒന്നല്ല അല്ലേ? ഞാൻ വിചാരിച്ചിട്ടില്ല ചക്കയപ്പാവുന്ന്. എന്തായാലും ആയിന്. അത് തേങ്ങയാണ്. കൊള്ളാം, പൊളി സാധനം കേട്ടോ. അതുപോലെ തന്നെ ഈ ചപ്പ് തന്നെ ആക്കാൻ നോക്കട്ടാ. ഈ ചപ്പിന്റെ ഒരു ചൊയ ഇനി വരുന്നുണ്ട് കേട്ടോ. അതെ, ചപ്പിന്റെ. അപ്പൊ നമ്മളെ വീഡിയോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ യൂട്യൂബിലും കൂടെ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം കേട്ടോ. യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്, അതിനെ തുടർന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. പിന്നെ എനക്കും ചെറിയൊരു ആവേശമായി. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് യൂട്യൂബും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ ശരി കേട്ടാ.